വെച്ചിട്ടുണ്ട്, അവിടെ സ്റ്റോർ ചെയ്യുക. അവിടെ 2 വട്ടം ഫിൽറ്റർ ചെയ്തിട്ടാണ് ശർക്കര ഉണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ ഈ ബാക്കി വെച്ച വേസ്റ്റ് വേസ്റ്റ് അപ്പോഴത്തെ ഡ്രയറുണ്ട്, ഡ്രയറിൽ ചെന്ന് ഉണങ്ങി ഡയറക്റ്റ് അടുപ്പിലോട്ട് പോവാണ്. അത് കത്തിച്ചിട്ടാണ് ഈ ജ്യൂസ് കുറുക്കി ശർക്കര ഉണ്ടാക്കുന്നത്. ഇതാണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. 1000 കിലോ കരിമ്പാണ് ഒരു പ്രാവശ്യം ശർക്കര ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതിൽ നിന്ന് 600 ലിറ്റർ ജ്യൂസ് കിട്ടും, 100 കിലോ ശർക്കര കിട്ടും. ഒരു ദിവസം 5000 കിലോ കരിമ്പൊക്കെ ഇവിടെ ശർക്കര ഉണ്ടാക്കാൻ എടുക്കുന്നത്. 500 കിലോ ശർക്കര, ചിലപ്പോൾ 400 കിലോ ശർക്കര ഇവിടെ ഉണ്ടാക്കാൻ ഒരു ദിവസം. ഇത് നിങ്ങൾ ഇല്ലല്ല, ഇത് കൃഷിക്കാർക്ക് കൊണ്ടുവരുന്നതാണ്. അറിയാൻ മൊത്തം കരിമ്പ് കൃഷിയാണ്, ഇത് എല്ലാ സീസണിലും അവൈലബിൾ ആണ്. ഇത് ഏതാണ്? നല്ല ഹൈ ക്വാളിറ്റി കരിമ്പാണ് അതോ? അറിയാൻ കരിമ്പല്ല, എല്ലാം നല്ല കരിമ്പല്ല. ഉപ്പ് ടേസ്റ്റ് ഒന്നും കാണത്തില്ല. തമിഴ്നാട്ടിലെ കരിമ്പിന് ഉപ്പ് ടേസ്റ്റ് ആണ്, ഉപ്പ് ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അതാണ് ഇവിടെ ശർക്കര എടുക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല മധുരമായിരിക്കും. ഇത് തന്നെ കുറുക്കി വെച്ചിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്നത്. വേറെ കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ഉരുള ഉണ്ടാകാൻ ചെറുതായിട്ട് കാൽസ്യം ആഡ് ഉരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഉരുണ്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കാൽസ്യം ആഡ് ചെയ്യും. അല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് അരിഞ്ഞു വരുന്ന വേസ്റ്റ് ഇല്ലേ, വേസ്റ്റ് ഡയറക്റ്റ് ഡ്രയറിൽ തന്നെ ചെന്ന് ഉണക്കി അതുവരെ അടുപ്പിലോട്ട് തന്നെ പോവാണ്. ഡ്രയറും ചൂടിലൊക്കെ വെക്കുന്നത്. കട്ടി പോകുന്നില്ലേ, ആ വേസ്റ്റ് കത്തിച്ചിട്ട് വരുന്ന ആ ചൂട് തന്നെ ഫാൻ വെച്ച് വലിച്ചെടുത്തിട്ടാണ് ഡ്രയറിൽ വേസ്റ്റ് ഉണങ്ങുന്നത്. ആ ചൂട് തന്നെ ഫാൻ വെച്ച് വലിച്ചെടുത്തിട്ടാണ് തുടങ്ങുന്നത്. ഉണങ്ങിയ ഡയറക്റ്റ് കൈ നോക്കണം. ആഴ്ചയിൽ ഒരിക്കൽ പാലായിലാണ് ചോറ് പോകുന്നത്. ഇവിടെ എല്ലാം വലിച്ച് വേസ്റ്റ്. ഈ അടുപ്പ് എത്ര തന്നെ തിളയ്ക്കുവാണേലും ചൂട് കാണത്തില്ല. പാത്രത്തിനോ അടുപ്പിനോ ചൂട് കാണത്തില്ല. ഈ ചൂട് ഫാൻ വെച്ച് എടുത്തിട്ടാണ് സംഭവം ഉണങ്ങുന്നത്. ഇത് സ്റ്റീലാണ്, തിളപ്പിക്കും. ഇത് നന്നായിട്ട് വേസ്റ്റ് പതിഞ്ഞ് വരും. ഇനി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒന്നുകൂടി വേസ്റ്റ് വരും. വരുന്ന വേസ്റ്റ് ആ പാത്രത്തിലോട്ട് കോരി കളയുവാണ്. എന്നിട്ട് അത് വളമായിട്ട് ഉപയോഗിക്കും. അത് മാനുവലി ചെയ്യും. പിന്നെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഇവിടെ വാല് വെച്ചിട്ടുണ്ട്. ആ വാല് തുറന്ന് അപ്പുറത്തെ പാലിലോട്ട് പാകും. ഓ, ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക് വെക്കും. പിന്നെ ഇത് 1 മണിക്കൂർ കൂടി തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ്. നന്നായിട്ട് കുറുകിയതിന് ശേഷം അപ്പുറത്ത് മറ്റേ ശർക്കരത്തോണി പറഞ്ഞില്ലായിരുന്നു, ശർക്കരത്തോണി ഉണ്ട്. അതിന് അരിപ്പ വെച്ച് ആ ലിവർ സെന്റർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഒരു 15 മിനിറ്റ് ആറിയതിന് ശേഷം ഉരുട്ടാൻ പരുവാകുമ്പോഴത്തേക്കും ചൂടോട് ഉരുട്ടിയെടുക്കുവാണ്. ആറി കഴിഞ്ഞാൽ ഉരുണ്ട് കിട്ടത്തില്ല, പൗഡറായി പോകും. പിന്നെ ഇതിനകത്ത് തന്നെ ആ ലിക്വിഡായിട്ടിരിക്കുമ്പോൾ തന്നെ ചുക്ക്, ഏലക്ക, ജീരകമൊക്കെ ആഡ് ചെയ്ത് ചുക്കുണ്ട ശർക്കര ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ ശർക്കര മിഠായി ഉണ്ടാക്കുന്നുണ്ട്.